already second law, Carnot principle, second law of thermodynamics discuss ചെയ്തു. ഇനി അടുത്ത ഡിസ്കസ് ചെയ്യുന്നത് എൻട്രോപ്പി എന്താണ്. Let us see. Entropy എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇറ്റ്സ് എ ഡിഗ്രി ഓഫ് ഡിസോർഡർ. ഓക്കെ, നമുക്കിപ്പോൾ എൻട്രോപ്പിയുടെ ഒരു ഡെഫിനേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് let us consider an engine, heat engine. It operates between a high temperature reservoir at TH and a low temperature reservoir TL. ഇതിൻ്റെ ഇടയ്ക്ക് ആണ് ഹീറ്റ് എഞ്ചിൻ. Heat engine ആണ്. Okay, heat engine. It takes in heat QH and produces a work W, that is QH minus QL, and rejects heat QL. ഇത്രയും ഹീറ്റ് ഇത് റിജക്ട് ചെയ്യുന്നു ഹീറ്റ് എഞ്ചിൻ. അപ്പം നമ്മൾ ഇതിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് that is W by QH ആണ്. So this is equal to QH minus QL by QH. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. എഫിഷ്യൻസി ഓഫ് എ ഹീറ്റ് എഞ്ചിൻ എപ്പോഴും ഇതിൻ്റെ ഫോർമുല ഇതാണ്. അപ്പോൾ ഒരു റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിൻ്റെ ഫോർമുല എന്ന് എഫിഷ്യൻസി എന്ന് പറയുന്നത്, അതായത് ഈ ഹീറ്റ് എഞ്ചിൻ റിവേഴ്സിബിൾ ആണെങ്കിൽ ഇതിൻ്റെ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു QH minus QL by QH ഈസ് ഈക്വൽ ടു TH minus TL by TH. ഇതാണ് ഇതിൻ്റെ റിവേഴ്സിബിൾ സൈക്കിളിൻ്റെ ഫോർമുല. Right? So ഇതിനെ നമുക്ക് റീഅറേഞ്ച് ചെയ്യുവാണെങ്കിൽ യു ക്യാൻ ഗെറ്റ് 1 minus QL by QH is equal to 1 minus TL by TH. So QL by QH is equal to TL by TH. 1 നിങ്ങൾ സബ്ട്രാക്ട് ചെയ്ത് കളയുകയാണെങ്കിൽ QL by QH is equal to TL by TH. So QL by TL is equal to QH by TH. Okay. So if you write, you will get QH by TH minus QL by TL is equal to 0. In a way, you can write this as cyclic integral of delta Q by T is equal to 0. അതെങ്ങനെയാണ് വരുന്നത് നോക്കിയാൽ, നമ്മുടെ ഈ ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത് ദിസ് വർക്ക്സ് ഇൻ എ സൈക്കിൾ. ഇതൊരു സൈക്കിളിലാണ് വർക്ക് ചെയ്യുന്നത്. ഈ സൈക്ലിക് പ്രോസസ്സിൽ ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ടെമ്പറേച്ചർ, ഇനിഷ്യലി അതിനൊരു ടെമ്പറേച്ചർ ഉണ്ട്. ഇത് ഇവിടുന്ന് വീണ്ടും കറങ്ങി ഇതേ സ്റ്റേറ്റിൽ വരുമ്പോൾ അത് സെയിം ടെമ്പറേച്ചറിലേക്ക് വരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ടോട്ടൽ ഡെൽറ്റ ടി വിൽ ബി 0. ഓക്കെ, ടോട്ടൽ ടെമ്പറേച്ചർ ചേഞ്ച് നിങ്ങൾ നോക്കുവാണെങ്കിൽ അത് 0 ആയിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഡെൽറ്റ പി പ്രഷർ, അതുപോലെ ഡെൽറ്റ വി വോളിയം, ദിസ് ഓൾ വിൽ ബി 0. അതാണ് ഒരു സൈക്ലിക് പ്രോസസ്സിൽ സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആ ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത് ഇറ്റ് വർക്ക്സ് ഇൻ എ സൈക്കിൾ. ഹീറ്റ് എഞ്ചിൻ നമ്മൾ സാധാരണ ഒരു എക്സാമ്പിൾ എടുത്ത് ഒരു സ്റ്റീം പവർ പ്ലാന്റ് ആണ്. സ്റ്റീം പവർ പ്ലാന്റിൽ നമ്മുടെ വർക്കിംഗ് മീഡിയം എന്ന് പറയുന്നത് വാട്ടറാണ്. വാട്ടർ ബോയിൽ ചെയ്ത് അത് സ്റ്റീമായി. ഈ സ്റ്റീം നിങ്ങൾ ടർബൈനിലൂടെ കടത്തിവിട്ട് വീണ്ടും കണ്ടൻസ് ചെയ്ത് വീണ്ടും വാട്ടർ അതേ ടെമ്പറേച്ചറിലുള്ള വാട്ടറിലേക്ക് നിങ്ങൾ തിരിച്ചു കൊണ്ടുവരണം. അപ്പോൾ അതുകൊണ്ടാണ് അതിനൊരു സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെ വർക്കിംഗ് മീഡിയം എന്ന് പറയുന്നത് വാട്ടറാണ്. ഓക്കെ, അപ്പോൾ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം ഇതെല്ലാം ചേഞ്ച് നിങ്ങൾ ഈ സൈക്കിളിൽ ഇറ്റ് വിൽ ബി 0. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഏതൊരു പ്രോപ്പർട്ടി, നിങ്ങൾ ഏത് പ്രോപ്പർട്ടി നോക്കിയാലും ആ വർക്കിംഗ് മീഡിയത്തിൻ്റെ പ്രോപ്പർട്ടി ആ സൈക്കിളിൽ ഇറ്റ് വിൽ ബി 0. ചേഞ്ച് ഇൻ ദ പ്രോപ്പർട്ടി വിൽ ബി 0. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഈ റെഫ്രിജറേറ്ററിൽ നമ്മൾ QH by TH എന്ന് പറയുന്നത് നിങ്ങളൊരു പ്രോപ്പർട്ടി ആണ് എന്ന് അസ്യൂം ചെയ്താൽ, ഓക്കെ, ദിസ് ഇസ് ദ പ്രോപ്പർട്ടി. ഇപ്പോൾ നിങ്ങൾ ഈ ഇതിലേക്ക് കൊടുക്കുന്ന ഈ റെഫ്രിജറേറ്ററിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ QH നിങ്ങൾ അകത്തേക്ക് സപ്ലൈ ചെയ്യുന്നു, QL നിങ്ങൾ റിജക്റ്റ് ചെയ്യുന്നു. അപ്പോൾ നോർമലി നമ്മൾ പുറത്തേക്ക് പോകുന്ന ഹീറ്റ് നെഗറ്റീവായിട്ടാണ്, അകത്തേക്ക് വരുന്നതിനെ പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ QH by TH എന്ന് പറയുന്നത് നിങ്ങളൊരു പ്രോപ്പർട്ടി ആണ്, അല്ലെങ്കിൽ ടെമ്പറേച്ചർ പോലെ ഒരു പ്രോപ്പർട്ടി ആണ് എന്ന് അസ്യൂം ചെയ്താൽ, QH by TH minus QL by TL, ആക്ച്വലി അതിനെ ഇങ്ങനെ എഴുതാം, QH by TH plus
മൈനസ് ക്യു എൽ ബൈ ടി എൽ. മൈനസ് വരുന്നത് പുറത്തേക്ക് റിജക്ട് ചെയ്യുന്നതുകൊണ്ടാണ്, ക്യു എല്ലിൻ്റെ വാല്യൂ നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ ഇടുന്നതാണ്. ദിസ് വിൽ ബി 0. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇതിനെയാണ് നമ്മൾ എൻട്രോപ്പി ചേഞ്ച് എന്ന് പറയുന്നത്, ഡി എസ്. ആക്ച്വലി ഡി എസ് ആണ് നമ്മൾ ഡെൽറ്റ ക്യൂ ബൈ ടി നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ചേഞ്ച് ഇൻ എൻട്രോപ്പി എന്ന് പറയുന്നത്. അപ്പോൾ സൈക്ലിക് ഇൻ്റഗ്രൽ ഓഫ് ഡി എസ് വിൽ ബി 0. ഇതാണ് എൻട്രോപ്പിയുടെ ഡെഫിനേഷൻ. എൻട്രോപ്പി എന്ന് പറയുന്നത് ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അതിൻ്റെ ചേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഡി എസ് ഇൻ്റഗ്രൽ 1 to 2 ഈസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ ടി. ഇങ്ങനെയാണ് നമുക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇപ്പോൾ ജസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഡെൽറ്റ ക്യൂ ബൈ ടി എന്ന് പറയുന്നത്, ഇപ്പം തുടക്കത്തിൽ ഡെൽറ്റ ക്യൂ ബൈ ടി ക്യൂ എച്ച് ബൈ ടി എച്ച് ആയിരുന്നു, ഇത് മൈനസ് ക്യൂ എൽ ബൈ ടി എൽ ഈസ് ഈക്വൽ ടു 0. ഇതൊരു റിവേഴ്സിബിൾ എഞ്ചിനാണ് ഈസ് ഈക്വൽ ടു 0 എന്ന് വന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡെൽറ്റ ക്യൂ ബൈ ടി എന്ന് പറയുന്നത് ഒരു പ്രോപ്പർട്ടിയാണ്. നൗ